തേടിയ വള്ളി കാലി ചുറ്റി എന്ന് പറഞ്ഞാൽ മതി. ഒരു സ്റ്റാപ്ലർ വാങ്ങാൻ വേണ്ടി ഒരു കടയിൽ പോയതാണ്. പോയി കഴിഞ്ഞപ്പോൾ അവിടെ ദേ ഇരിക്കുന്നു ഒരു സ്റ്റാൻഡിംഗ് മിറർ. ആൻഡ് അതിന്റെ പൈസ 950 റുപ്പീസ്. ഞാനാണെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം ഒരു സ്റ്റാൻഡിംഗ് മിറർ വാങ്ങണം എന്ന് വിചാരിച്ച് നടക്കുകയായിരുന്നു. നോർമലി കണ്ടുവരുന്ന സ്റ്റാൻഡിംഗ് മിറർ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു മിററിന് ഇത്തിരി ഹൈറ്റ് കുറവാണ്. വീട്ടിൽ ഞാൻ വാങ്ങിച്ചിട്ടുള്ള മിററിന് ഏകദേശം ഈ ഒരു ഹൈറ്റും ഉണ്ട്, ഇത്ര വണ്ണം ഉണ്ട്. പക്ഷേ ഇതിന്റെ വില വെച്ച് നോക്കുമ്പോൾ ഇതൊരു കിഡിലോസ് കിടിയിലാന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇവിടെ ആണെങ്കിൽ ബാത്റൂമിന്റെയും വാഷ് ബേസിന്റെ അവിടെ ആയിട്ട് ആ ഒരു കുട്ടി മിറർ മാത്രമേ ഉള്ളൂ. വലിയ മിറേഴ്സ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ സ്റ്റാൻഡിംഗ് മിറർ വളരെ അത്യാവശ്യമായിരുന്നു. വീട്ടിലുള്ള മിറർ എടുത്തുകൊണ്ട് വന്നാൽ മതിയായിരുന്നു നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഞാനും ആദ്യം അതന്നെ വിചാരിച്ചത്. പക്ഷേ നിങ്ങൾ ചോദിക്കാറില്ലേ വീട്ടിൽ പോകാൻ തോന്നാറില്ലേ, വീട്ടുകാരെ മിസ് ചെയ്യാറില്ലേ എന്നൊക്കെ. എനിക്ക് അങ്ങനെ തോന്നുമ്പോഴും ബോറടിക്കുമ്പോഴൊക്കെ ഞാൻ വീട്ടിൽ പോകാറുണ്ട്. ഒരാഴ്ചയിലോ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഞാൻ വീട്ടിൽ പോകാറുണ്ട്. ഇപ്പോഴും ഞാൻ എന്റെ വീട്ടിലാണ്. അതുകൊണ്ട് തന്നെ റൂമിലുള്ള എല്ലാ സാധനങ്ങളും കൊണ്ട് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ റൂമിൽ പോയി കഴിയുമ്പോൾ അവിടെ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ ഒരു മിറർ എനിക്ക് അത്രയ്ക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടാ. ഇങ്ങനെ നിന്ന് നോക്കുമ്പോൾ കുഴപ്പമില്ല, പക്ഷെ സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെ കൊഴിഞ്ഞാണ് നമ്മുടെ രൂപം ഇരിക്കുന്നത്. പ്രോപ്പർ ഒരു മിറർ അല്ല. ഓൾസോ മിററിന്ന് നോക്കുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് മെലിഞ്ഞ പോലെയും കാണുന്നുണ്ട്. അപ്പോൾ ഒരു ട്രൂ ആയിട്ടുള്ള മിറർ അല്ല. ബട്ട് സ്റ്റിൽ വില വെച്ച് നോക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം ഓടിച്ചുകൊണ്ട് പോകാനുള്ള സാധനമുണ്ട്. ബാക്കിൽ ഇതേപോലെ ഒരു സ്റ്റാൻഡും വരുന്നുണ്ട്. എന്തായാലും പോക്കറ്റ് കീറാതെ ആഗ്രഹം സാധിച്ചു.